ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേരെന്താ? ഏ ആ വഞ്ചി എന്നാ പോയേ? രണ്ടാഴ്ച. സാധാരണ വഞ്ചി എവിടെയാണ് ഇടാറ്? താഴെ ഇടാറുണ്ട്. ഇതെങ്ങനെയാ പോയത്? വെള്ളം വന്നപ്പോ പോയി. ഇത് എത്ര ആളുണ്ട് ചേണ്ടയില് ഈ വഞ്ചി? 12 കൊല്ലം. വഞ്ചി എന്ന് പറയുന്നത് ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വത്തായിരുന്നു അല്ലേ? വഞ്ചി എനിക്ക് അത്യാവശ്യമാണ്. ചൂണ്ടിടാനോ വലയിടാനോ എന്തിനും ഉണ്ടാക്കണതാണ്. ഇപ്പോഴാണ് സാധനം രാത്രി പറഞ്ഞത്. ഈ വഞ്ചി എന്നാണ് ചേട്ടയിൽ കിട്ടി? എത്ര നാളായി? 12 കൊല്ലം മുന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും തന്ന ചേട്ടൻ ഉണ്ടാക്കിയതാണോ? ഞാൻ പണിയിച്ചാണ്. അന്ന് ഏകദേശം എത്ര രൂപ വില വന്നു? 13 രൂപ. 13,000 രൂപ. ഇതെന്താണ്? ഇത് മരം. ശരി. ഈ 18-ലെ പ്രളയം വന്നപ്പോ ഒക്കെ ഞാൻ മാറ്റി കിട്ടും, മാറ്റി പൊക്കത്തോണ്ടു അങ്ങനെ പ്രളയത്തിൽ ഞാൻ അത്യാവശ്യം അക്കയുടെ ആളുകൾക്കും ഒക്കെ ചെയ്യാറുണ്ട്. മരണാവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകാറുള്ളതാണ്. ഈ തവണ ഒരു കാര്യത്തിൽ പോകാൻ പറ്റില്ല. പോയി സാധനം പോയി തന്നെ പറയാനുണ്ട്. അതൊന്നും പറയാതെ അതിന് സഹായിക്കണമെങ്കിൽ അത്രയും നഷ്ടമായി. അതൊന്ന് ഞാൻ മറവും കൊണ്ടാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ചിലർക്ക് ചില വസ്തുക്കൾ തങ്ങളുടെ കുടുംബത്തെ പോലെയാണ്. തങ്ങളുടെ വീട്ടിനുള്ളിലെ ഒരു മുറി പോലെയാണ് ചിലർക്ക് ചില വസ്തുക്കൾ. അത് പണിയായുധങ്ങളാവാം, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളാകാം, അല്ലെങ്കിൽ പേനയാകാം, പുസ്തകമാകാം, അങ്ങനെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരിയാരത്തുള്ള കൊമ്പമ്പാറ തടയണയിലേക്ക് ചെന്നപ്പോൾ വയോധികനായ മനുഷ്യൻ ചാലക്കുടിയാറിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുന്ന ഒരു കാഴ്ച കണ്ടു. കുറേ നേരമായിട്ടും അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചെങ്കിലും പലതും ആൾ വെട്ടി തുറന്ന് പറയുന്നില്ല. ഒടുവിൽ അവിടെയുള്ള പരിസരത്തുള്ള ഒരു ചേട്ടൻ എന്നോട് അയാൾ ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ മനുഷ്യൻ്റെ പേര് ചാത്തുട്ടിയേട്ടൻ എന്നാണ് എന്ന് പറഞ്ഞു. ചാത്തുട്ടിയേട്ടൻ ഈ ചാലക്കുടിയാറിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ നീറുന്ന വേദനയുടെ ഒരു സംഭവമുണ്ട് എന്ന് പറയുകയാണ്. ചാത്തുട്ടിയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ചാത്തുട്ടിയേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്താ പറയുക, ഒരു കുടുംബത്തിൻ്റെ മുറി പോലെ അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച് നടന്ന, എന്നും കാണുന്ന, തൻ്റെ ഹൃദയത്തിൻ്റെ അരികു പറ്റി ചേർന്ന് കിടക്കുന്ന പ്രിയപ്പെട്ട വഞ്ചി. 12 വർഷം മുൻപ് 2014 10,000 രൂപ ചെലവഴിച്ച് അധ്വാനത്തിൻ്റെ ഏറിയ പങ്കും സ്വരുക്കൂട്ടി വെച്ചുണ്ടാക്കിയ ഒരു വഞ്ചി. ആ വഞ്ചി ചാത്തുട്ടിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് ഓരോ വസ്തുക്കളുള്ള പോലെ തന്നെ ചാത്തുട്ടിയേട്ടൻ്റെ ഉപജീവനമാർഗ്ഗമായിരുന്നു ഈ വഞ്ചി. ചാലക്കുടിയാറിലൂടെ ഈ വഞ്ചിയുമായി പോയി മത്സ്യങ്ങൾ പിടിക്കുക, അത് കൊടുക്കുക, അങ്ങനെയൊക്കെ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ ചേട്ടൻ ജീവിതത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്, ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നത്. അങ്ങനെയുള്ള വഞ്ചിയാണ് ഈ കഴിഞ്ഞ മഴക്കാലത്ത്, അത് വാട്ടർ ടാങ്കിൻ്റെ താഴെയാണ് ഈ വഞ്ചി കെട്ടിയിടാറുള്ളത്. ആ വഞ്ചി വെള്ളം പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ചാലക്കുടിയാറിൻ്റെ എങ്ങോ ദൂരത്തേക്ക്, നോക്കത്താ ദൂരത്തേക്ക് ആ വഞ്ചി ഒഴുകിപ്പോയിരിക്കുകയാണ്. ആ വഞ്ചി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ആ വഞ്ചി ചാലക്കുടിയാറിലുണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നു മാത്രമാണ് പറയാനുള്ളത്, ആ വഞ്ചി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ കാലത്ത് മുതൽ വൈകുന്നേരം വരെ ചാലക്കുടിയാറിലേക്ക് കണ്ണു നട്ട് കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട വഞ്ചിക്ക് വേണ്ടി. 2018-ലെ പ്രളയകാലത്ത് ചാത്തുട്ടിയേട്ടൻ ഈ വഞ്ചിയുമായി ഒരുപാട് പേരെ രക്ഷിച്ച് ഇക്കരയ്ക്കും അക്കരയ്ക്കും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, ആരെങ്കിലും പുഴയിൽ പോവുകയോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചാത്തുട്ടിയേട്ടൻ തൻ്റെ പ്രിയപ്പെട്ട വഞ്ചിയുമായി ഈ ചാലക്കുടിയാറിലേക്ക് ഇറങ്ങും. അങ്ങനെ ചാലക്കുടിയാറും ചാത്തുട്ടിയേട്ടനും ഈ വഞ്ചിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നഷ്ടപ്പെട്ടവരുടെ വിഷമം മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ചാത്തുട്ടിയേട്ടനെ എന്ത് ചെയ്യാനായിട്ടാണ് ഇനി സാധിക്കുക? അദ്ദേഹത്തിന് ഇനി ഒരു വഞ്ചി ഉണ്ടാക്കാനായിട്ടുള്ള ആരോഗ്യമോ സമയമോ ഇനിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സ്വരൂപിച്ച് കിട്ടിയ പണമെല്ലാം ചേർത്ത് വെച്ചാണ് 12 വർഷം മുൻപ് മരത്തിൽ ഒരു വഞ്ചി പണി കഴിപ്പിച്ചിറക്കിയത്. ഇനിയൊരു വഞ്ചി വാങ്ങിക്കാനുള്ള ശേഷിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുപാട് പേരെ ചേർത്ത് വെച്ചിരിക്കുന്നവരാണ്. ചാത്തുട്ടിയേട്ടനെ നമുക്ക് ചേർത്ത് വയ്ക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ മനുഷ്യൻ്റെ ഇരിപ്പ് കാണുമ്പോൾ, ചാലക്കുടിയാറിലേക്ക് നോക്കി ആ മനുഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ തിരിച്ചു വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ വഞ്ചി ഒന്നുകിൽ ആരുടെയെങ്കിലും കയ്യിലകപ്പെട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് എങ്ങോ ദൂരേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം. നമുക്ക് ചേർത്ത് വയ്ക്കാൻ ചാത്തുട്ടിയേട്ടനെ, പ്രിയപ്പെട്ട ചാത്തുട്ടിയേട്ടൻ്റെ ഈ കൂട്ടുകാരൻ, ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന ആ വഞ്ചി, അത് കിട്ടുന്നതിന് വേണ്ടി അയാൾ വളരെയധികം വിഷമത്തോടുകൂടി കാത്തിരിക്കുകയാണ്. നമുക്ക് ചേർന്ന് നിൽക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരു വലിയ ചികിത്സാ സഹായ നിധി പോലെ അങ്ങനെയൊന്നുമില്ലെങ്കിലും ചാത്തുട്ടിയേട്ടൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അത് അഭിമാനം കൊണ്ട് അത് എന്നെ സഹായിക്കണമെന്ന് തുറന്നു പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കൊമ്പമ്പാറ തടയണയിൽ ഒരു മനുഷ്യൻ, ചാത്തുട്ടിയേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ, നമ്മുടെ പ്രിയപ്പെട്ട ചാലക്കുടിയാറിലേക്ക് നോക്കി ഈ വഞ്ചിയെയും കാത്തിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ചാത്തുട്ടിയേട്ടനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊമ്പമ്പാറ തടയണയിൽ ചെന്നാൽ അദ്ദേഹത്തെ കാണാം. നന്ദി, നമസ്കാരം.